ആകാശവാണി കവരത്തിയുടെ ഹരിത ചിന്തകൾ എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്നത്തെ ഹരിത ചിന്തയിൽ നമ്മളോടൊപ്പമുള്ള അതിഥി കാസർഗോഡ് കേരള കേന്ദ്ര സർവകലാശാലയിലെ പരിസ്ഥിതി ശാസ്ത്ര വിഭാഗത്തിൽ നിന്നും ഡോക്ടറേറ്റ് നേടിയ കിൽത്താൻ ദ്വീപ് സ്വദേശി ഡോക്ടർ നാദിർ ഷാ. കഴിഞ്ഞ ആഴ്ച പ്രക്ഷേപണം ചെയ്ത ഹരിത ചിന്തകളുടെ തുടർഭാഗം കേൾക്കാം. നമ്മുടെ ബീച്ച് സൈഡുകളിൽ കാണാനാകുന്ന പ്ലാസ്റ്റിക് ചമർപ്പുകൾ ഈ പ്രശ്നത്തിന്റെ ഗൗരവം നമ്മെ കാണിച്ചിരുന്നു. നാം വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നമ്മളെ തന്നെയാണ് ഗുരുതരമായി ബാധിക്കുക എന്നൊരു ബോധം നമ്മൾ എല്ലാവർക്കും ഉണ്ടായിരിക്കണം. ഉദാഹരണമായി 2013 നടത്തിയ ഒരു പഠനത്തിൽ നമുക്കറിയാം, ചൂരയുടെ വയറ്റിൽ നിന്ന് ഒരു ഡൈജസ്റ്റ് ആവാത്ത പ്ലാസ്റ്റിക് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ പല വിദേശ രാജ്യങ്ങൾ നടത്തിയ പഠനങ്ങളിൽ നിന്ന് ചൂരയുടെ വയറ്റിൽ നിന്നും മൈക്രോ പ്ലാസ്റ്റിക്, വളരെ നേർത്ത മൈക്രോ പ്ലാസ്റ്റിക് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ലക്ഷദ്വീപുകാരെ സംബന്ധിച്ചിടത്തോളം ചൂര ഭക്ഷണത്തിൽ നമ്മൾ കഴിക്കുന്ന ഒരു അവിഭാജ്യ ഘടകമാണ്. അപ്പോൾ അത് കഴിക്കുന്ന സമയത്ത് നമ്മൾ നോക്കുന്നില്ല അതിനകത്ത് പ്ലാസ്റ്റിക് ഉണ്ടോ, അല്ലെങ്കിൽ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കും. മൈക്രോ പ്ലാസ്റ്റിക് വളരെ മൈക്രോ ലെവൽ ഭാരമേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് നഗ്നനേത്രങ്ങളാൽ കാണാൻ പറ്റില്ല. അങ്ങനെ ഉള്ള പ്ലാസ്റ്റിക് നമ്മൾ ആഹാരമാക്കുമ്പോൾ അത് പലതരത്തിലുള്ള രോഗങ്ങൾക്കും കാരണമാകും. ക്യാൻസർ, ലിവർ കിഡ്നി ഡിസ്ഫങ്ഷൻ, അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി ഇല്ലായ്മ, ഇങ്ങനെ ഒരുപാട് രോഗങ്ങൾക്ക് അത് കാരണമാകുന്നുണ്ട്. വേറൊരു വാർത്ത വന്നത് ഈ മൈക്രോ പ്ലാസ്റ്റിക് മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൽ നിന്നും കണ്ടെത്തി എന്നുള്ളതാണ്. ഇത്തരം വാർത്തകൾ നമ്മളെ ഭയപ്പെടുത്തുന്നു എന്നുണ്ടെങ്കിലും പക്ഷേ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ നമുക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുമാണ്. വേറൊരു കാര്യം ഇത് ശ്രവിക്കുന്ന ശ്രോതാക്കളിലേക്ക് എത്തിക്കണം എന്ന് തോന്നിയത്, ചെന്നൈ ആസ്ഥാനമാക്കിയുള്ള നാഷണൽ സെന്റർ ഫോർ കോസ്റ്റൽ റിസർച്ച് ശാസ്ത്രജ്ഞന്മാർ കടമത്ത്, സുഹെലി, മിനിക്കോയ് ദ്വീപുകളിൽ നടത്തിയ ഒരു ശാസ്ത്രീയ പഠനമാണ്. ആ ശാസ്ത്രീയ പഠനത്തിൻ്റെ കണ്ടെത്തലുകൾ എന്ന് പറയുന്നത് വളരെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ഈ 3 ദ്വീപുകളിലും ഏകദേശം 87% പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് പുറന്തള്ളപ്പെടുന്നത്. ജനവാസമില്ലാത്ത സുഹെലിയിൽ ജനസാന്ദ്രത കൂടിയ മിനിക്കോയ് ദ്വീപിനേക്കാളും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ജനസാന്ദ്രത ഇല്ലാത്ത അല്ലെങ്കിൽ ജനവാസമില്ലാത്ത സുഹേലിയിൽ കണ്ടെത്തി എന്നുള്ളത് വളരെയധികം ആശങ്കാജനകമാണ്. അതുപോലെ തന്നെ അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് മത്സ്യബന്ധനമായിരുന്നു. മത്സ്യബന്ധനത്തിന് വേണ്ടി പോകുന്നവർ ഉപേക്ഷിക്കുന്ന വലകളായിരുന്നു അവിടെ ഏറ്റവും കൂടുതൽ കാണാൻ സാധിച്ചത്. ഇത്തരം മാലിന്യങ്ങൾ നോൺ ബയോഡിഗ്രേഡബിൾ ആണ്. അത് അവിടെ തന്നെ കിടക്കുകയും എത്രയോ വർഷങ്ങൾ കഴിഞ്ഞാലും ജീർണനം സംഭവിക്കാതെ അത് ആഹാരമാക്കുന്ന പല മത്സ്യങ്ങളുടെ ഉള്ളിലേക്ക് പോവുകയും ബയോമാഗ്നിഫിക്കേഷൻ എന്ന പ്രോസസ്സിലൂടെ അത് അടിഞ്ഞുകൂടി അവസാനം അത് ആഹാരമാകുന്ന മനുഷ്യനിലേക്ക് ആഹാര ശൃംഖലയിലൂടെ എത്തിച്ചേരുകയും ചെയ്യുന്നു എന്നുള്ള വാസ്തവം നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. ഇനി എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തത് എന്താണ് മാലിന്യം എന്നും മാലിന്യത്തിൻ്റെ വിവിധ തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻസും അതുപോലെ തന്നെ നമ്മുടെ ലക്ഷദ്വീപിലെ പ്രധാനപ്പെട്ട 2 മാലിന്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ പരിസ്ഥിതിയിലേക്ക് എത്രത്തോളം ആഘാതം സൃഷ്ടിക്കൂ എന്നുള്ള കാര്യം നമ്മൾ നോക്കി. പക്ഷെ നമ്മളിവിടെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ട, വളരെ ഇന്നത്തെ കാലത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്കിതിനെ എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. ഈ സാധാരണ പൊതുവെ നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന ഒരു കാഴ്ചപ്പാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാലിന്യ സംസ്കരണം എന്നുള്ളത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മാത്രം ചുമതലയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർക്കാർ സ്ഥാപനങ്ങളുടെ മാത്രം ചുമതലയാണ് എന്നുള്ളൊരു, അവരുടെ മാത്രം ചുമതലയാണെന്നുള്ള തെറ്റിദ്ധാരണ, ഒരു മിഥ്യാബോധം, അത് ആദ്യം ഇല്ലാതാക്കണം. ഓരോ പ്ലാസ്റ്റിക് വേസ്റ്റും എൻ്റെ വേസ്റ്റ് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്, മൈ വേസ്റ്റ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി എന്ന മുദ്രാവാക്യം നാം ഓരോരുത്തരും ഏറ്റെടുക്കണം. എന്നാൽ മാത്രമേ നമുക്കിതിനൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചാണ് 3 പദങ്ങൾ, 3R എന്ന് പറയും. അതായത് പരിമിതപ്പെടുത്തൽ, റെഡ്യൂസ്, അതുപോലെ തന്നെ പുനരുപയോഗം, റീയൂസ്, ആൻഡ് പുനഃചക്രമണം, റീസൈക്കിൾ. ഈ 3 കോൺസെപ്റ്റിലും നമ്മൾ അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള വിവരം നമ്മൾ എല്ലാവരിലും ഉണ്ടായിരിക്കണം. നമ്മുടെ വീടുകളിൽ നിന്നും ജനറേറ്റ് ചെയ്യുന്ന വേസ്റ്റ്, നമ്മൾ ഓരോരുത്തരുടെയും വീടുകളിൽ നിന്നും, എൻ്റെയും നിങ്ങളുടെയും വീടുകളിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന മാലിന്യങ്ങളെ എങ്ങനെ പുനരുൽപ്പാദിപ്പിക്കാൻ കഴിയും, അതായത് റീയൂസ് ചെയ്യാൻ സാധിക്കും, അതുപോലെ തന്നെ റീസൈക്കിൾ ചെയ്യാൻ സാധിക്കും, റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, പൂനെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് എക്കോകാരി എന്ന് പറയുന്നത്. അവർ ഇത്തരത്തിലുള്ള വേസ്റ്റ്, വീടുകളിൽ നിന്നും ജനറേറ്റ് ചെയ്യുന്ന വേസ്റ്റ് എടുത്തിട്ട് അതിൽ നിന്ന് ഫാബ്രിക് പ്രൊഡക്ട്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വേറെ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിലെ ഇൻഡോർ എന്ന് പറയുന്ന സിറ്റി, അത്യാവശ്യം പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ് ഇൻഡോർ സിറ്റി എന്ന് പറയുന്നത്. മെട്രോപൊളിറ്റൻ സിറ്റി തന്നെയാണ് ഇൻഡോർ സിറ്റി. അപ്പോൾ ഈ സിറ്റിയിൽ ഇവിടെ
ജനറേറ്റ് ചെയ്യുന്ന വേസ്റ്റ് അവർ എത്രയോ ടൺ കണക്കിന് വേസ്റ്റാണ് അവിടെ നിന്ന് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം പലതരം പ്രക്രിയയിലൂടെ ഡോർ ടു ഡോർ സ്റ്റെപ്പ് പ്രക്രിയ, അതുപോലെ തന്നെ അതിൻ്റെ ഉത്ഭവം സ്ഥാനത്ത് തന്നെ പുതിയ എന്താ പറയുക വേസ്റ്റിനെ എങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്യാനുള്ള ക്ലാസ്സുകൾ, അതുപോലെ തന്നെ ഫൈൻ എടുപ്പിക്കുക, അങ്ങനെ ഒരുപാട് ഈ സ്വച്ഛ് ഭാരത് മിഷൻ്റെ അണ്ടറിൽ അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യുകയും ഇന്ന് 2013 തോന്നുന്നു, അത് 17 മറ്റോ ഇന്ത്യയിലെ ഏറ്റവും ക്ലീനസ്റ്റ് സിറ്റിയായി ഇൻഡോർ സിറ്റി സെലക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഡോർ ടു ഡോർ സ്റ്റെപ്പ് കളക്ഷനാണ്. അതിന് നമ്മൾ പൊതുവെ പറയുന്ന പേരാണ് റാഗ് പിക്കേഴ്സ് എന്ന് പറയുന്നത്. അതായത് നമുക്കിപ്പോൾ അറിയാം, കേരളത്തിലൊക്കെ നമ്മൾ കാണാറുണ്ട് ഈ ഹരിത കേരള മിഷൻ്റെ ഭാഗമായിട്ട് ഹരിത കർമ്മസേന എന്ന് പറഞ്ഞിട്ട് ഒരു ടീമിനെ തന്നെ അവർ സജ്ജമാക്കി വെച്ചിട്ടുണ്ട്. അവർ എല്ലാ ദിവസവും രാവിലെ വന്നിട്ട് നമ്മുടെ വീടുകളിൽ നിന്നും ഈ വേസ്റ്റ് കളക്ട് ചെയ്തിട്ട് സെഗ്രിഗേറ്റ് ചെയ്യും. ഫുഡ് വേസ്റ്റ് ഒരു ബക്കറ്റിലേക്കും പ്ലാസ്റ്റിക് വേസ്റ്റ് മറ്റൊരു ബക്കറ്റിലേക്കും ഇട്ടിട്ട് അവരത് കൊണ്ടുപോയിട്ട് പ്രോപ്പറായിട്ട് സെഗ്രിഗേറ്റ് ചെയ്തിട്ട് അതിന് പലതരത്തിലുള്ള പ്രൊഡക്റ്റും അവരുണ്ടാക്കുന്നുണ്ട്. ഈ പലതരത്തിലുള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിനുള്ള ഒരു എക്സാമ്പിൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് എൻ്റെ ഒരു സുഹൃത്ത്, തൃശ്ശൂരുകാരിയാണ്. ആള് ഈ ചിരട്ടയെ നമ്മൾ വലിച്ചെറിയുന്ന ഒരു പ്രൊഡക്റ്റാണ്. നമ്മൾ ലക്ഷദ്വീപുകാരെ സംബന്ധിച്ചിടത്തോളം ചിരട്ട സുലഭമായിട്ട് ലഭിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. പക്ഷെ നമ്മൾ അധികം വേണ്ട രീതിയിൽ തന്നെ ഇതുവരെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടില്ല. അപ്പോൾ പുള്ളിക്കാരത്തി വലിച്ചെറിയുന്ന ചിരട്ട എടുത്തിട്ട് ഡിസൈൻ ചെയ്തിട്ട് കിച്ചൺ യൂട്ടിലിറ്റീസൊക്കെ ഉണ്ടാക്കി ആളിപ്പോൾ തെങ്ങെന്ന് പറയുന്ന ഒരു ബ്രാൻഡ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യാണ്. അപ്പം നമുക്ക് ചുറ്റുമുള്ള മാലിന്യങ്ങളെ ഫലപ്രദമായ രീതിയിൽ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്ന രീതിയിലേക്ക് നമ്മൾ പോവേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യണം, അതുപോലെ തന്നെ അതിനെക്കുറിച്ച് കോഴ്സസ് അറ്റൻഡ് ചെയ്യണം. ഒരുപാട് വേസ്റ്റ് മാനേജ്മെൻറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കോഴ്സസ് ഇന്ന് അവൈലബിൾ ആണ്. അത് അറ്റൻഡ് ചെയ്യണം. നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. വേറൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അധികം ആരും ഡിസ്കസ് ചെയ്യാത്ത ഒരു കോൺസെപ്റ്റാണ് സർക്കുലർ എക്കണോമി എന്ന് പറയുന്നത്. അതായത് കാലാവസ്ഥാ വ്യതിയാനം, ജൈവവൈവിധ്യങ്ങളുടെ നഷ്ടം, മാലിന്യ മലിനീകരണം തുടങ്ങിയ ആഗോള വെല്ലുവിളികളെ നേരിടാൻ ഇന്ന് ശാസ്ത്രം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ് സർക്കുലർ ഇക്കണോമി എന്ന് പറയുന്നത്. അപ്പോൾ ആ സർക്കുലർ ഇക്കണോമിയെക്കുറിച്ച് നമ്മൾ ആധികാരികമായി പഠിച്ചിട്ട് അതിൻ്റെ സാധ്യതകളെ നമ്മൾ കൂടുതൽ ഉപയോഗപ്രദമാക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു സജഷൻ. ഈ 2 ദിവസം മുമ്പ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട വേറെ ഒരു നല്ല കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പം വളരെ റീസെൻ്റ് ആയിട്ട് യുവാക്കൾ ആത്മാർത്ഥമായിട്ട് ബീച്ച് ക്ലീനിങ് ക്യാമ്പയിനിലേക്ക് ഇറങ്ങി വരുന്നു എന്നുള്ളത് തികച്ചും പ്രശംസിക്കേണ്ട കാര്യം തന്നെയാണ്. ഇപ്പം 2-3 ദിവസം മുമ്പ് കടമദ്വീപിലെ ഒരു പയ്യൻ ഇൻഡിവിജ്വലായിട്ട് ഒറ്റയ്ക്ക് നിന്ന് വേസ്റ്റ് എടുക്കുന്നതിൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. അതുപോലെ തന്നെ പല തരത്തിലുള്ള ആർട്ട് ഫെസ്റ്റിവലും നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം തന്നെയും ശരിക്കും നമുക്ക് ഒരു പ്രോത്സാഹനം തന്നെയാണ്. അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെ പ്രോത്സാഹിപ്പിക്കേണ്ടതും നമ്മുടെ ചുമതല തന്നെയാണ്. ഇനി വേറൊരു കേസ് സ്റ്റഡി എന്ന് പറയുന്നത് സിംഗപ്പൂറാണ്. നമുക്കറിയാം അതും വാർത്തയിൽ നിറഞ്ഞ ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു. സിംഗപ്പൂരിൽ ഏകദേശം 7.2 മില്യൺ ടൺ കണക്കിന് വേസ്റ്റാണ് ജനറേറ്റ് ചെയ്തത്. അതിനെ അവർ യൂട്ടിലൈസ് ചെയ്തിട്ട് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്തു എന്നുള്ളത് വാർത്തയിൽ നിറഞ്ഞത് നമ്മളെല്ലാവരും വായിച്ചതുമായിരുന്നു. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡോർ ടു ഡോർ കളക്ഷൻ, അതുപോലെ തന്നെ വേസ്റ്റ് സെഗ്രിഗേഷൻ പോളിസി ഇംപ്ലിമെന്റ് ചെയ്യണം. പബ്ലിക് അവയർനെസ്, അതായത് എല്ലാ ദ്വീപുകളിലും പബ്ലിക് ഒരു അവയർനെസ് കൊടുക്കണം എങ്ങനെയാണ് വേസ്റ്റ് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ളത്. ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെയാണ്. സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ കഴിവതും പ്ലാസ്റ്റിക് ക്യാരി ബാഗ് യൂസ് ചെയ്യാതെ, ഇന്നത്തെ കാലത്ത് നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള ക്ലോത്ത് ബാഗ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അത്തരം എൻവയോൺമെന്റിന് പൊല്യൂഷൻ ഉണ്ടാകാത്ത ബാഗ് നമ്മൾ കയ്യിൽ കരുതുക, അത് കൊണ്ടുപോവുക. കഴിവതും പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം പരമാവധി കുറക്കാൻ നോക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം. അതുപോലെ തന്നെ മാലിന്യ സംസ്കരണത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ട് സെമിനാർ, കോൺഫറൻസ്, ട്രെയിനിങ് ക്ലാസ്സുകൾ നടത്തുകയും സാധാരണക്കാരിലോട്ട് ഇതിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണെന്നുള്ള കാര്യം അവരിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൈ വേസ്റ്റ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി എന്ന ആശയം നമ്മളെപ്പോഴും ചേർത്ത് പിടിക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ശ്രീമതി സുഗതകുമാരിയുടെ 4 വരി കവിത ചൊല്ലി ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഒരു തൈ നടാം നമുക്ക് അമ്മയ്ക്ക് വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്ക് വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്ക് വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്ക് വേണ്ടി. നന്ദി, നമസ്കാരം. ഇന്നത്തെ ഹരിതചിന്തയിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന അതിഥി കാസർഗോഡ് കേരള കേന്ദ്ര സർവകലാശാലയിലെ പരിസ്ഥിതി ശാസ്ത്ര വിഭാഗത്തിൽ നിന്നും ഡോക്ടറേറ്റ് നേടിയ കിൽത്താൻ ദ്വീപ് സ്വദേശി ഡോക്ടർ നാദിർ ഷാ. ഈ പരിപാടി ശ്രോതാക്കൾക്കായി തയ്യാറാക്കിയത് ഷറഫുന്നിസ പുളിനകീഴ്. ഏവർക്കും നന്ദി, നമസ്കാരം.